കേരളത്തിൽ ഇനി പെരുമഴക്കാലമാണ്. പ്രതീക്ഷിച്ചതിലും നേരത്തെ സംസ്ഥാനത്ത് കാലവർഷം എത്തി. 2009 മെയ് 23 ശേഷം ഇതാദ്യമായാണ് ഇത്ര നേരത്തെ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തുന്നത്. കാലവർഷക്കെടുതികൾ നേരിടുന്നതിനും മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുമായി റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, 16 വർഷത്തിനു ശേഷം നേരത്തെ കാലവർഷം എത്തിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ത്? ഒപ്പം തന്നെ ഇപ്പോൾ ഒരു യോഗം അടിയന്തരമായി ചേരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ. ആ യോഗം പുരോഗമിക്കുകയല്ലേ? അനുജ, കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രതീക്ഷിച്ചതിലും 8 ദിവസം മുമ്പാണ് കാലവർഷം കേരളത്തിൽ എത്തിയിരിക്കുന്നത്. സാധാരണ ജൂൺ 1-2 തീയതികളിലായിരുന്നു കാലവർഷം സംസ്ഥാനത്ത് എത്തുന്നത്. തുടർന്ന് ജൂൺ 8 തന്നെ മഴ മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്നതായിരുന്നു സാധാരണ രീതി. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി 8 ദിവസം മുമ്പ് മെയ് 24-ന് കേരളത്തിൽ കാലവർഷം എത്തി. മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടർന്ന് വടക്കൻ കേരളത്തിലേക്ക് മഴ വ്യാപിക്കുന്നതായിരുന്നു മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു രീതി. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായൊരു അവസ്ഥയാണ് നിലവിൽ കേരളത്തെ സംബന്ധിച്ചുള്ളത്. എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ 2 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണുള്ളത്. എല്ലാ 14 ജില്ലകളിലും ഇന്നലെ രാത്രി മുതൽ തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട്. ഇന്ന് രാവിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയും പെയ്യുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് നിലവിലെ ഒരു സാഹചര്യം വിലയിരുത്താൻ റവന്യൂ മന്ത്രി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്താണ്. ഇവിടെ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം നടക്കുകയാണ്. ജില്ലാ കളക്ടർമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെ ഉള്ള കേരളത്തിലെ ഒരു സ്ഥിതിയാണ് പ്രധാനമായും ഈ യോഗം വിലയിരുത്തുന്നത്. ഒപ്പം കാലവർഷം എത്തിയതോടുകൂടി തന്നെ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ, മുൻകരുതൽ നടപടികൾ, ഒപ്പം നിലവിൽ കാലവർഷക്കെടുതി ഉണ്ടായിട്ടുണ്ടോ, ആ സ്ഥലങ്ങളിലെ നിലവിലെ സാഹചര്യം എന്താണ് എന്നതൊക്കെ റവന്യൂ മന്ത്രി ഈ യോഗത്തിൽ വിലയിരുത്തുകയാണ്. അതിനുശേഷം റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ മന്ത്രി 24-നോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ്. കാരണം നാളെയും 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനെ തുടർന്നാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മരച്ചില്ലകളും മരങ്ങൾ കടപുഴകിയുമാണ് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അതൊക്കെ തന്നെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ KSEB ഒക്കെ തന്നെ നടത്തി വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇതിനായി KSEBയുടെ കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ യോഗം കഴിഞ്ഞ ശേഷം റവന്യൂ മന്ത്രി പ്രതികരിക്കും. കേരളത്തിൽ നിലവിലൊരു സാഹചര്യമായിരിക്കും മന്ത്രി പ്രധാനമായും അറിയിക്കുന്നത്. എന്തായാലും കാലവർഷം എത്തിയതുകൊണ്ട് തന്നെ ജനങ്ങൾ അത്രത്തോളം കരുതിയിരിക്കണമെന്നൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ഒപ്പം വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിലവിൽ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. കാലവർഷം കനത്തതോടുകൂടി തന്നെ പല ജില്ലകളിലെയും ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അതിശക്തമായ അതിതീവ്രമായ മഴയായിരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഉണ്ടാവുക.